നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു കാര്യം വിശ്വാസമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ പിള്ളേരൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഫേസ്ബുക്കിൽ ഇരിക്കേ, ഫേസ്ബുക്കിലും വാട്സപ്പിലും കാണുമ്പോഴത്തേക്ക് നമ്മളിത് ദുർവാസംഘം എന്നുള്ള ഒരു അല്ലേ, നമുക്കൊരു പുച്ഛം പോലെ നമ്മളിപ്പോഴും ദുർവാസംഘമാണെന്നുള്ള കേസിൽ നമ്മൾ പറയുന്നില്ല. അപ്പൊ ഞാൻ ഈ കാല് മേലാഴിയായിട്ട് എനിക്ക് ഉറക്കമില്ല. 2 മാസത്തോളം കുറച്ചേരം ഈ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേക്കും ഭയങ്കര വേദന. എന്നിട്ട് നമ്മൾ എഴുന്നേറ്റിരിക്കും. ആ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ഫോണും കണ്ടോണ്ട്, അല്ലാതെ തന്നെ എടുക്കാൻ പിന്നെ ഫേസ്ബുക്ക് കണ്ടോണ്ട് ഇങ്ങനെ നമ്മളിരിക്കും. അപ്പൊ പിള്ളേർ അപ്പുറത്ത് പുറയിലാണ് കിടക്കുന്നത്. ഒരു 2 മണി ആയപ്പോഴത്തേക്കിന് കറക്റ്റ് ഞാൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഓളിയും കുറച്ചായി ചെയ്യും. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. കറക്റ്റ് മോന്റെ കോള് വരും അപ്പുറത്തെ മുറിയുന്നു. ഞാൻ ചോദിച്ചു എന്നാടാ അച്ഛൻ ഒച്ച വല്ലതും കേട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അച്ഛൻ ആരായിട്ട് കഥകെ ഇടിക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു ഈ വലിയ സ്വപ്നം വല്ലതും കണ്ടതായിരുന്നു. അപ്പൊ അവന്റെ വൈഫിന് മേലായിട്ട് കൈ തിരിഞ്ഞിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇവിടെ ഇത് കേട്ട് എഴുന്നേച്ച് ഇവിടെ കഥ തുറന്നപ്പോഴത്ത് ഗുണം പറഞ്ഞ് കഥ ഇടിക്കുക. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറാട്ടുകരയിലാണ്. നിങ്ങൾ ഇന്ന് പത്രത്തിൽ, മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, പുതുപ്പള്ളി ആറാട്ടുകരയിൽ കുറുവാസംഘം വന്നെന്നൊക്കെ പറഞ്ഞ്. അത് ഔദ്യോഗികമായിട്ട് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും ഇത് എവിടെയാ വന്നെന്നും ആ വീടൊക്കെ നമുക്കൊന്ന് കാണാം. ഇത് ആറാട്ടുകരയിലുള്ള വെള്ളിക്കുട്ടപ്പള്ളിയുടെ അവിടുന്ന് പയ്യപ്പാടിക്ക് പോകുന്ന വഴിക്കാണ് ചിറയിൽ വാലായിൽ അജിത് കുമാർ എന്നയാൾ വാടകയ്ക്ക് താമസിക്കുന്നത്. ആ വീട്ടിലാണ് ഇന്നലെ രാത്രി 2 മണിക്ക് കതകിന് മുട്ടുകേട്ട് കുറുവാസംഘമാണെന്നുള്ളൊരു അഭ്യൂഹം പരന്നത്. എന്നാൽ പോലീസുകാർ ഇത് അംഗീകരിക്കുന്നില്ല. പക്ഷേ കുറുവാസംഘം കോട്ടയം ജില്ലയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള സൂചന ഉണ്ട്. അതും പ്രകാരമാണ്. പിന്നെ ഇവർ താമസിക്കുന്ന ഇത് നമുക്ക് IHRD കോളേജ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് സ്വല്പം മുന്നോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ വീട് കൊണ്ട് വഴി അവസാനിക്കുകയാണ്. പക്ഷേ ഇവരുടെ പുറകുവശം ഭയങ്കരമായ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഒരു ശ്മശാനമുണ്ട്, അവിടെയും കാടാണ്. അതുപോലെ IHRD കോളേജിൻ്റെ പരിസരങ്ങൾ, അത് ഈ വഴി നമ്മൾ നേരെ പോകണം. ഇവിടുന്ന് അവർക്ക് രക്ഷപ്പെടാൻ ഒരുപാട് വഴികളുണ്ട്. ഇവിടെ നേരെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ കള്ളന്മാർക്ക് രക്ഷപ്പെടാൻ ഒരു മനുഷ്യൻ പോലും കണ്ടുപിടിക്കത്തില്ല. കാരണം അത്രയ്ക്ക് ആരും അങ്ങോട്ട് കയറി ചെല്ലത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടുത്തെ. കഥ കേട്ടോ. അല്ല, ഈ പിന്നെ ക്യാമറ പോലീസുകാരെ ഒന്ന് നോക്കിയായിരുന്നു? അറിയത്തില്ല. ഇവിടെ വേറെ വല്ലതും ക്യാമറ ഉണ്ടോ? പോലീസുകാരെ നോക്കി കാണുമായിരിക്കും അല്ലേ? പോലീസ് ക്യാമറ നോക്കിയിട്ടില്ല. അവരോടും ചോദിച്ചേ, ശരിയാ, ചോദിക്കാം. ഇവിടെ നേരം വൈകിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നോ ഉള്ളല്ലേ? ഇവിടെ ഇപ്പം ആരും അവരെല്ലാം ഒന്ന് പോയത്. ഇപ്പം നമ്മൾ ഈ ആദ്യം കണ്ട വീട്ടിൽ ആൾത്താമസമില്ല. ഇവിടെ 2 വീടുണ്ട്. 2 ഇട സൈഡിൽ വേറെ ഒരു വീടും കൂടെ ഉണ്ട്. അങ്ങനെ 3 വീടുണ്ട്. ഇവിടം കൊണ്ട് വഴി തീരുകയാണ്. അപ്പോൾ ഇവിടെ ഈ വലത് സൈഡിലെ വീട്ടിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഇവിടെയാണ് രാത്രി കള്ളന്മാർ വന്നത്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഈ വീടിൻ്റെ വാതിൽക്ക് മുട്ട് കേട്ടത്. അപ്പോൾ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും നമുക്ക് ഈ വീട്ടിലെ ആൾക്കാരുണ്ട്, അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ആണെന്നുള്ള എന്നാ ഭാഗത്തോട്ട് വരാം. നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു കാര്യം വിശ്വാസമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ പിള്ളേരൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഫേസ്ബുക്കിൽ ഇരിക്കേ, ഫേസ്ബുക്കിലും വാട്സപ്പിലും കാണുമ്പോഴത്തേക്ക് നമ്മളിത് ദുർവാസംഘം എന്നുള്ള ഒരു അല്ലേ, നമുക്കൊരു പുച്ഛം പോലെ നമ്മളിപ്പോഴും ദുർവാസംഘമാണെന്നുള്ള കേസിൽ നമ്മൾ പറയുന്നില്ല. അപ്പൊ ഞാൻ ഈ കാല് മേലാഴിയായിട്ട് എനിക്ക് ഉറക്കമില്ല. 2 മാസത്തോളം കുറച്ചേരം ഈ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേക്കും ഭയങ്കര വേദന. എന്നിട്ട് നമ്മൾ എഴുന്നേറ്റിരിക്കും. ആ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ഫോണും കണ്ടോണ്ട്, അല്ലാതെ തന്നെ എടുക്കാൻ പിന്നെ ഫേസ്ബുക്ക് കണ്ടോണ്ട് ഇങ്ങനെ നമ്മളിരിക്കും. അപ്പൊ പിള്ളേർ അപ്പുറത്ത് പുറയിലാണ് കിടക്കുന്നത്. ഒരു 2 മണി ആയപ്പോഴത്തേക്കിന് കറക്റ്റ് ഞാൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഓളിയും കുറച്ചായി ചെയ്യും. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. കറക്റ്റ് മോന്റെ കോള് വരും അപ്പുറത്തെ മുറിയുന്നു. ഞാൻ ചോദിച്ചു എന്നാടാ അച്ഛൻ ഒച്ച വല്ലതും കേട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അച്ഛൻ ആരായിട്ട് കഥകെ ഇടിക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു ഈ വലിയ സ്വപ്നം വല്ലതും കണ്ടതായിരുന്നു. അപ്പൊ അവന്റെ വൈഫിന് മേലായിട്ട് കൈ തിരിഞ്ഞിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇവിടെ ഇത് കേട്ട് എഴുന്നേച്ച് ഇവിടെ കഥ തുറന്നപ്പോഴത്ത് ഗുണം പറഞ്ഞ് കഥ ഇടിക്കുക. നമുക്കത് എനിക്ക് കാര്യം പോലെ എനിക്കങ്ങ് വെപ്രാളമായിട്ട് ഞാനും ചെറുക്കനും കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. ഞങ്ങൾ 4 പേരും കൂടെ ബഹളം വെച്ചു. ബഹളം വെക്കുമ്പോഴത്തേനും ഇടിച്ചോണ്ടിരിക്കുക.
പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്നാ ചെയ്യുന്ന അറിയാൻ പറ്റില്ല. എല്ലായിടത്തും ലൈറ്റ് വിട്ട് അപ്പുറത്തെ വീട്ടുകാരെ അവിടെ തൊട്ടടുത്ത് അവരെല്ലാം അവരൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ അന്നേരം തന്നെ അവരെ ഫോൺ വിളിക്കുക. ബാഗ് രണ്ട് കഥകളുണ്ട്. മെയിൻ റോഡ് ഇതുകൊണ്ട് ഈ ബാഗ് അടുക്കള മേളിൽ പറഞ്ഞുണ്ട്. ഇത് എത്ര മുട്ടെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ കഥ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ ഇത്ത കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇത് കേസിട്ട് വരാം. അല്ലെങ്കിൽ ഞാൻ സാധാരണ ജനലൊക്കെ തുറന്നിട്ടല്ല. ഇപ്പൊ എനിക്ക് ഈ തണുപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഫാനിന്റെ സ്പീഡ് വരെ പുറത്തേക്ക്. അങ്ങനെയായി പിന്നെ ഞങ്ങൾ ഒച്ചപ്പാട് വെച്ച് പിച്ചാത്തിയൊക്കെ എടുത്ത് വലിയ പിച്ചാത്തിയൊക്കെ എടുത്ത് ഇപ്പുറത്ത് വെച്ച് അന്നേരത്തേക്കിന് ഒച്ച നിന്നാൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരു ന്യൂസും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ വാട്സപ്പിലൊക്കെ ഈ വാർത്തകൾ വരുമ്പോഴത്തേക്കിന് ബലമായിട്ട് ഓരോ വീടിനിട്ട് ഇടിച്ച് ശക്തമായിട്ട് കയറുന്ന അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. ആ വാർത്ത എന്താ ഫേക്ക് ആണെന്നും പറഞ്ഞ് പോലീസിന് ന്യൂസ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു കഥകിനട്ടൊക്കെ കല്ല് വെച്ച് ഇടിച്ചില്ല, അത് ഫേക്ക് ആണെന്നും പറഞ്ഞ് മനുഷ്യന് അത് പേടി വരും. നമുക്കിതെല്ലാം കണ്ടു കഴിയുമ്പോൾ പേടി വരും. അന്നേരം നമുക്ക് ഭയങ്കര ഭയമായിരിക്കും. അപ്പൊ നമ്മൾ എവിടെ വന്ന് താമസിച്ചാലും നമ്മൾ തൊട്ടടുത്ത് ഒരു വീട്ടിൽ ഒരു നമ്പർ മേടിക്കും. അപ്പൊ മോനോട് ചോദിച്ചാ നിന്റെ നമ്പർ ഉണ്ടോ, അപ്പുറത്തെ ചേട്ടനെ വിളിക്കാന്ന് പറഞ്ഞു. പുള്ളിനെ വിളിച്ച് ഒരു 3-4 ഡ്രിങ്ക് ചെയ്യുന്നപ്പോഴത്തേക്ക് പുള്ളി ഞാൻ പുള്ളിയായിട്ടൊന്നും ഇല്ലാത്ത നമ്മൾ രാവിലെ എഴുന്നേക്കും. രാവിലെ നമ്മുടെ പരിപാടി ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ എത്ര നാളായി? ഒരു വർഷമായിരുന്നു. തിരിച്ചു വരും. പിള്ളേർ പോലെ രാവിലെ പോകും. ചെറുക്കൻ 9 ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചായിരിക്കും. അങ്ങനെയുള്ള ജീവിതം. നമ്മളാരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും. അങ്ങനെയായി ഇപ്പോഴത്തെ പുള്ളിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് മോണ്ടേക്ക് കൊടുത്ത് ഞങ്ങൾ പറഞ്ഞ് പോലീസിനെ വിളിക്കുന്നു. അന്നേരം അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞത് തൊട്ട അയലോകത്ത് നമുക്ക് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അപ്പുറത്തെ വീടുകളിലെല്ലാം വിളിച്ച് പറഞ്ഞു വെളിയിൽ ഇറങ്ങല് ലൈറ്റ് എല്ലാ വീട്ടിലും ലൈറ്റ് വിടാനുണ്ടാവും. ഈ വഴിയുടെ പൊക്കത്ത് താമസിക്കുന്നുണ്ട്. ഇവിടെ വസ്ത്രത്തിൽ ജോലി ചെയ്യും. പുള്ളിയുടെ പേരെന്താണ്? ജോബി. ഇപ്പൊ നമ്മുടെ ചേടത്തിയുടെ മകന്റെ കൂട്ടുകാരനാണ്. ചേടത്തിനെ ഒക്കെ വിളിച്ച് കഴിഞ്ഞപ്പോ അവനോടും വിളിച്ചു അവന്റെ കൂട്ടുകാരെ അടുത്തുള്ളവരൊക്കെ വിളിച്ച് പറഞ്ഞാൽ അപ്പൊ എല്ലാ വീട്ടിലും ലൈറ്റായി. അങ്ങനെയായി പോലീസുകാർ 20 മിനിറ്റ് കഴിഞ്ഞ പോലീസുകാർ വന്നു വിളിച്ച് പറഞ്ഞു നമുക്ക് കറക്റ്റ് സ്പോട്ട് വിളിച്ച് പറയാൻ അറിയത്തില്ല. പുള്ളി കറക്റ്റ് വിളിച്ച് പറഞ്ഞ് വീട്ടുമുറ്റത്ത് വണ്ടി വന്നു. വണ്ടിക്കാരെ പോലീസുകാരുണ്ട്. ഞാനിവിടെ തന്നെ ഇരിക്കും. അവർ വന്നിട്ടില്ല. നമ്മളെ ഉറവാസംഘം നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് എന്നാന്നുള്ളത് അല്ലേ? പിന്നെ അത് അവര് നോക്കട്ടെ. അല്ല നമ്മളിപ്പോ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോ നമ്മുടെ സംശയം മുഴുവൻ ഇങ്ങനെ ഒരു ഭയങ്കര കാടാ ഉണ്ട്. എനിക്കറിയാം അവിടെ എല്ലാം ഭയങ്കര കാടാ. ഇതിന്റെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി ഞാൻ പേടി. ഈ കോളേജുകാരുടെ ഇത് നോക്കാനോ പിടിക്കാനോ ഒന്നും ആരുമില്ല. എനിക്കറിയാം അവിടെ എല്ലാം കാട് പിടിച്ചു. അവര് വന്ന് നമ്മളോട് ഈ പെരപ്പുറത്ത് നമ്മൾ ഡെയിലി കയറി പോകണം. പോലീസുകാർ മേളിലും ഒക്കെ കയറി നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവര് ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി മൊത്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണോ. അപ്പൊ മേളിലത്തെ കഥ അത്ര ക്ലിയർ അല്ല. മേളിലത്തെ കഥ അത്ര ക്ലിയർ അല്ല. ആ കഥകൾ ക്ലിയർ ആക്കി നിങ്ങൾ കണ്ടിട്ട് താമസിക്കും. അവര് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ ഇറങ്ങരുതെന്ന് ഒരു മുന്നറിയിപ്പ് ഇങ്ങനെ മെസ്സേജ് പരക്കുന്നുണ്ട്. അന്നേരത്തേക്കിന് പോലീസുകാർ പറഞ്ഞു നാളെ തന്നെ അവസാനം വിളിച്ചു പറയാനും സംഗതി റെഡിയാക്കി തരണം എന്ന് പറഞ്ഞു. അവരിന്നലെ വൈകിട്ട് ഇവിടെ വന്നു. അപ്പൊ ആ പെണ്ണിന്റെ ഇതിന്റെ അവസാനം ഗൾഫിലാണ്. അപ്പൊ നമ്മളൊരു പരിധി സമയം കഴിയുമ്പോഴത് ആ പെണ്ണ ഓടുകയുള്ളൂ. പെണ്ണ് പ്രായമുള്ള അച്ചായനും പുള്ളിക്കാരുടെ മകൻ. നമ്മള് രാത്രി 2:30-3 മണിയാകുമ്പോ അങ്ങോട്ട് വിളിക്കുന്ന മോശമായി. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഞാൻ വിളിച്ചപ്പോഴത്തെ അവര് പണിയാൻ വന്ന കഥ നോക്കാൻ അവര് മെസ്സേജ് ഞാൻ ചെയ്തു. മെസ്സേജ് ചെയ്തപ്പോഴത്തേന് അവരുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. 2 മാസം കൂടുമ്പോൾ ചെയ്തു. അവര് വെളിയിലങ്ങോട്ട് പോയി. അവര് ഇത് കേട്ട ഉടനെ നേരെ ഇവിടെ വന്നു. എല്ലാവരും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ പാവങ്ങളെല്ലാം നാളെ തന്നെ റെഡിയാക്കി തരാം. അതിന് വന്ന ആള് ഒന്ന് പേടിച്ചു എല്ലാരും അല്ലേ? പിന്നെ അതെ നമ്മളിങ്ങനെ വാർത്തകൾ ഇങ്ങനെ വായിക്കുന്നുണ്ടെങ്കിലും പത്രത്തിലൊക്കെ കിടക്കുന്ന കുടുംബസംഘമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ വാർത്തയ്ക്കകത്ത് അങ്ങനെയാ വന്നിരിക്കുന്നത്. അതിപ്പോ ആരാ എന്നാന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലല്ലോ. പക്ഷെ കോട്ടയം ജില്ലയിലോട്ട് കടന്നുള്ള ന്യൂസ് വന്നു കടന്നിട്ടുണ്ടോ. പക്ഷെ ഇവരൊക്കെ എവിടെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അതിലെപ്പോഴും ഒരു കരുതല്. ഇപ്പൊ അടുത്തുള്ള വീടുകളിലൊക്കെ നമ്പരൊക്കെ ഒന്ന് മേടിച്ച് വെച്ചാണ് ഇങ്ങനെയുള്ള ആവശ്യം വന്നാലേ. പിന്നെ ഇത് കാലിന് എന്നാ പറ്റിയത്? കാല് ബ്ലഡ് ബ്ലോക്ക് ആയത്. വേറെ ഒരു പ്രശ്നമില്ല.
2-3 പ്രാവശ്യം ഇത് ചെയ്ത് ഓപ്പറേഷൻ ചെയ്താണോ? എവിടെയാ ചെയ്തത്? മെഡിക്കൽ സെന്ററിലായിരുന്നു കാണിച്ചത്. അവിടെ അത്ര ക്ലിയർ ഇല്ല. അത് കഴിഞ്ഞ് നമ്മുടെ ജേക്ക ഹോസ്പിറ്റലിൽ വടവാതൂരാ അവിടെയാ കാണിച്ചോണ്ടിരിക്കുന്നത്. ബ്ലഡിന്റെ അകത്ത് ഇൻഫെക്ഷൻ ആയി. ബ്ലഡിന്റെ അകത്ത് ഞരമ്പിന്റെ അകത്തൊക്കെ അത് നമ്മള് ഇപ്പൊ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴത്തേന് എല്ലാം കീറിയത് ഹലോ വരികയാണേ. ശരി. പുതുപ്പള്ളിയിൽ എവിടെയാ? ഞാൻ പുതുപ്പള്ളി തന്നെ. എനിക്ക് ചാനല്ല, പുതുപ്പള്ളി ടുഡേ ലൈവ് എന്ന് പറഞ്ഞ ചാനലാണ്. പിന്നെ സലിയൊക്കെ അറിയാം. പോലീസ് ഇന്ന് വല്ല കുറെ അന്വേഷണം വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ. ഇല്ല. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞു. ശരിയാ. എന്നാൽ തന്നെ പോലീസ് വന്നല്ലേ? 15 മിനിറ്റോ 20 മിനിറ്റോ അത്രേ എടുത്തുള്ളൂ. അവരും എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലുള്ള ഉണ്ടായി കഴിയുമ്പോഴത്തേനെ ഞാൻ അപ്പുറത്ത് ഇന്നലത്തെ വിഷയം ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയാണ് നമ്മള് എന്തായാലും എഴുന്നേറ്റപ്പം വല്ല അതിനെ പറ്റിയല്ല അവരിങ്ങോട്ട് വിളിച്ചു. വിളിച്ചപ്പോ അവിടെ ഭയങ്കര തട്ട് കേൾക്കുന്നെന്ന് പറഞ്ഞ് വിളിച്ചു. ഇവിടുത്തെ മോന് പെട്ടെന്ന് പോലീസ് വിളിച്ചു. അല്ല നമ്മൾ ഇറങ്ങിയൊന്നുമില്ല. ആരും ഇറങ്ങിയില്ല. ഇവിടെ ക്യാമറ അടുത്തെങ്ങും ഇല്ലല്ലേ? പക്ഷെ അത് കിട്ടുന്നില്ലെന്നാ പറഞ്ഞ. പോലീസുകാര് വന്നിട്ട് തന്നെ വല്ലതും വന്നായിരുന്നു. അല്ല ഇത്ര ഈ അകത്തോട്ട് ഇങ്ങനെ കയറി വന്നോണ്ടല്ലേ ഒരു മുകളിലെല്ലാം കാടല്ലേ? കാട്. അവിടെയൊക്കെ എത്ര പേര് ഇരുന്നാൽ പോലും അറിയത്തില്ല. അതെ അതെ. ഇന്ന് ഇതിന്റെ പരിപാടി ഇല്ലായിരുന്നോ? ഉണ്ടേ കഴിഞ്ഞ. ശരി. ഈ മോഷ്ടാക്കൾ കുറുവാ സംഘമാണെന്ന് പോലീസ് ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും നമ്മളെല്ലാം ഒന്ന് കരുതിയിരിക്കണം. ഇന്നിപ്പം കാഞ്ഞിരത്തുംമൂട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയിൽ ഒരു സൈക്കിൾ ഏതാണ്ട് ഒരു വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. അത് മറ്റേ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ്റെ അടുത്തു നിന്നാണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേനും അത് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. ഇങ്ങനെയുള്ള സമീപ പ്രദേശത്തുള്ള ഇപ്പം വാടകക്കാരെ സംബന്ധിച്ച് അവർക്ക് ആ പരിസരത്തുള്ള അധികം ആൾക്കാരുമായിട്ട് വലിയ കോൺടാക്റ്റ് ഒന്നും കാണത്തില്ല. എങ്കിലും ഇതൊക്കെ നമുക്കൊരു മുൻകരുതലായിട്ട് അടുത്തുള്ള വീട്ടുകാരുടെ നമ്പരും അതുപോലെ വാർഡ് മെമ്പറേയും ഒക്കെ ഒന്ന് നമ്മൾ എപ്പോഴും വിളിക്കാനും എല്ലാം നമ്പരും എല്ലാം കളക്ട് ചെയ്ത് വെക്കണം. കാരണം പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും ഇവർ വന്ന് കതകം മുട്ടുമ്പോൾ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജൊക്കെ വന്നായിരുന്നു. കാരണം ഇവരെല്ലാം ആയുധധാരികളാണ്, അതുപോലെ കായിക അഭ്യാസികളാണ്. നമുക്കൊന്നും പെട്ടെന്ന് ഇവരെ നേരിടാൻ പറ്റുന്നതല്ല. എങ്കിലും നമ്മളൊരു കരുതലും ഒക്കെ മുൻകരുതലും ഒക്കെ ആയിട്ടിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളൂ.